അപ്പോൾ പല നിയമങ്ങളും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം വരുത്തണം. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിൽ എന്തെങ്കിലും അതിന് തടസ്സമുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോൾ 1972 കാലത്താണ് ഈ വന്യജീവി നിയമം കൊണ്ടുവന്നത്, അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ വംശനാശം സംഭവിക്കുന്നൊരു കാലമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മൃഗങ്ങൾ പെറ്റുപെരുകുന്ന അവസ്ഥയാണ്. അപ്പോൾ 72 നിയമമല്ല ഇപ്പോഴും വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, കാരണം അത് വയനാടും കൂടെ ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് പറയാം. അപ്പോൾ അങ്ങനെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നയത്തിൽ മാറ്റം വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട ഒരു വലിയൊരു സാഹചര്യമാണ് വയനാട്ടിലുണ്ടായത്. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ MP-മാർക്കൊക്കെ അവരുടെ ഫണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു ലോക്സഭാ അംഗത്തിന് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ എമൗണ്ട് ചിലവഴിക്കാൻ കഴിയൂ. നേരെ മറിച്ചൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ പ്രദേശത്തിന് ലോക്സഭാ അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടിൻ്റെ ഒരു വലിയ ഭാഗം കൊടുക്കാൻ കഴിയും. അതുപോലെ രാജ്യസഭക്കാർക്ക്, ഇപ്പോൾ രാജ്യസഭയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് അതാത് സ്റ്റേറ്റാണ്. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും കേന്ദ്രം ശുഷ്കാന്തി കാണിക്കണം എന്നാണ് പറയാനുള്ളത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെ ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയം നോക്കേണ്ട സമയമല്ല, വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു യജ്ഞമാണ്. അതിൽ പ്രധാനമന്ത്രി വന്ന് നൽകിയ വാഗ്ദാനം അത് പാലിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സംസ്ഥാന സർക്കാർ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണം, രണ്ട് ആ എമൗണ്ട് കേന്ദ്രം അനുവദിക്കണം, രണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നിയമ നടപടികൾ കേന്ദ്രം സ്വീകരിക്കണം. വിലങ്ങാടിനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വിലങ്ങാട് ആളുകളുടെ മരണം കുറവാണ്, ഒരാൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ മരണപ്പെട്ടുള്ളൂ. പക്ഷേ അവിടെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു 112 വീടുകൾ പൂർണ്ണമായിട്ട് വാസയോഗ്യമല്ലാണ്ടായി. ബാക്കി 15ഓളം വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. അതിനേക്കാൾ ഉണ്ടായത് കൃഷിഭൂമി ഉൾപ്പെടെ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ വെലങ്ങാടിന് പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. എനിക്ക് തോന്നുന്നത് അതിനും കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനുള്ള അവസരം ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിലങ്ങാടും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മനുഷ്യൻ്റെ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതായി. അവരുടെ കൃഷി, അവരുടെ വളർത്തുമൃഗങ്ങൾ എല്ലാം ഒറ്റയടിക്ക് അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ വയനാട് സംഭവം ഉള്ളതുകൊണ്ടാണ്, വയനാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധ അങ്ങോട്ട് പോയത്. ഇവിടെ മനുഷ്യജീവനേക്കാൾ മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതായി. അപ്പോൾ അതിന് ഒരു പ്രത്യേക പാക്കേജ്, വെലങ്ങാട് പ്രത്യേക പാക്കേജ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കും.